ഹായ് മക്കളെ. സോ എക്സാമുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കെമിസ്ട്രിയുടെ ഇത്തിരി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് മെയിൻലി ചോദിച്ചിരുന്നത്. ഞങ്ങൾ നോർമലി കാണുന്ന രീതിയിലുള്ളതല്ല വന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ബുദ്ധിമുട്ടിച്ച ക്വസ്റ്റ്യനുകളും ഉണ്ടായി. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് എല്ലാത്തിൻ്റെ ആൻസറുകൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അടിപൊളിയായിട്ട് തന്നെ ഒപ്പം തന്നെ നിൽക്കുക. ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കാം. ഇതേടാ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വിച്ച് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ അസെറ്റോൺ? അസെറ്റോണിലുള്ളത് ഏതാണ്? ഹൈഡ്രോക്സിലാണോ, ആൽക്കോക്സി ആണോ, കീറ്റോ ആണോ, ആൽഡിഹൈഡ് ആണോ? അസെറ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊപ്പനോൺ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. അതിൽ കീറ്റോ ഗ്രൂപ്പ് ആയിരിക്കും വരാം. ഇതേടാ അസെറ്റോൺ എന്ന് പറഞ്ഞാൽ CH3 CO CH3 എന്നാണ് ആ കോമ്പൗണ്ട് വരിക കേട്ടോ. അപ്പോൾ ആ കോമ്പൗണ്ടിൽ CO ഗ്രൂപ്പാണ്, കീറ്റോൺ ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്ന അതേ ചോദ്യം തന്നെയാണ് വന്നത്. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് അനാൽജസിക്, ആന്റിപയററ്റിക്, ആന്റിബയോട്ടിക്. അനാൽജസിക് ഉപയോഗിക്കുന്ന എന്തിനാ? റിലീവ് പെയിൻ റിലീവ് ചെയ്യാൻ വേണ്ടിയാണ്. ആന്റിപയററ്റിക് റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ ആണ്, ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ. ആന്റിബയോട്ടിക് പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് ഇൻഫെക്ഷൻസ് ആണ്. അപ്പോൾ അനാൽജസിക് മൂന്നാമത്തെ എന്ന് പറയുന്നത് A വരും, ആന്റിപയററ്റിക് ഒന്നിൻ്റെ അവിടെ B ആയിരിക്കും, ആൻഡ് ആന്റിബയോട്ടിക് C അല്ലേ, രണ്ടാമത്തെ C ആയിരിക്കും. അപ്പോൾ A3യും B1ഉം C2ഉം വരുന്നത് ഏതാന്ന് നോക്കാം. Aയിൽ 3 വരുന്ന ഒരെണ്ണമേ ഉള്ളൂ, അത് ഇതാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ C ആയിരിക്കും ആൻസർ വരാം. B1 ആണ് ആൻഡ് Cയിൽ 2 ആയിരിക്കും വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ആൻറ്റിബയോട്ടിക്സ് റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ ആണ് വരാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്തത് നോക്കാം. ഇനി നമ്മൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതും അതുപോലെ ലൈവിൽ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞ ക്വസ്റ്റ്യനും കൂടിയാണ്. അതിന് സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ആൻ ആൽക്കെയ്ൻ X വിത്ത് 4 കാർബൺ ആറ്റംസ് അണ്ടർഗോ തെർമൽ ക്രാക്കിംഗ് ടു ഗെറ്റ് പ്രോഡക്ട്സ് Y ആൻഡ് Z. X എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് തെർമൽ ക്രാക്കിംഗ് കഴിഞ്ഞിട്ട് Y എന്നും Z എന്ന് പറഞ്ഞ കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ, അതിലുള്ള കറക്റ്റ് ഓപ്ഷൻ ഏതാണ് എന്നാണ്. അപ്പോൾ തന്നേക്കുന്നതിൽ 4 കാർബൺ ആറ്റമുള്ള ഒരു ആൽക്കെയിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആൽക്കെയിൻ ആണെങ്കിൽ എന്തായാലും C4H10 എന്നായിരിക്കും അല്ലേ. X ഒരു ആൽക്കെയിൻ ആണ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ട് C4H10 എന്നാണ് വരേണ്ടത്. ഓൾവേസ് എന്തായാലും അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പോൾ C4H10 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് വരുന്ന Bയിലും Cയിലും Dയിലും മാത്രം. അപ്പോൾ അത് രണ്ടും നോക്കിയാൽ മതി. ഇനി തെർമൽ ക്രാക്കിങ്ങിൻ്റെ സമയത്ത് ബോണ്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാലും കാർബൺ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ നോക്കാം, ഈ പറഞ്ഞതിൽ CH4ഉം CH2 ഡബിൾ ബോണ്ട് CH2 വരാം. ടോട്ടൽ അവിടെ എത്ര കാർബൺ ആയിട്ടുള്ളൂ? ഇസഡിലും വൈയിലും കൂടി കൂട്ടിയിട്ട് 3 ഉള്ളൂ അല്ലേ. അത് അപ്പോൾ ഓപ്ഷൻ ശരിയല്ല, അത് എടുക്കാൻ പറ്റില്ല. പിന്നുള്ള ഡിയിൽ നോക്കിയേ, ഇവിടെ 4 കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ആറ്റം നോക്കിയാൽ 10 ഉണ്ട്. അപ്പോൾ കാർബണിൻ്റെ ഹൈഡ്രജൻ്റെ എണ്ണത്തിൽ വ്യത്യാസമൊന്നുമില്ല, ഓപ്ഷൻ ഡി ആയിരിക്കും അപ്പോൾ ആൻസർ ആയിട്ട് വരാം. തെർമൽ ക്രാക്കിംഗ് നടക്കുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്ന് മാത്രം, അവിടെ കാർബണിൻ്റെ ഹൈഡ്രജൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നില്ല. സോ അതായിരിക്കും ആൻസർ വരാം. C4H10ൻ്റെ ഇതായിരിക്കും വരുന്നത് കേട്ടോ. ഇങ്ങനെ തന്നെ ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നു അത് ഉണ്ടാകുമെന്നുള്ള, അതേപോലെ തന്നെ അത് ചോദിച്ചിട്ടുണ്ട്. L shell contains maximum of 8 electrons. 8 ഇലക്ട്രോണുകളുണ്ട്. L shell have 5 orbitals. ഇതാണ് പറഞ്ഞത്. L shell എന്ന് പറഞ്ഞാൽ KL സെക്കൻഡ് ഷെല്ലാണ് അല്ലേ. സെക്കൻഡ് ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യാം? നമുക്ക് 8 ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 അതിൽ സെക്കൻഡ് ഷെല്ലിൽ 5 ഓർബിറ്റൽസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. ആണോ? നമുക്ക് നോക്കാം. സെക്കൻഡ് ഷെല്ലിൽ 2 ആണ് വരാം. അപ്പോൾ 2s സബ് ഷെല്ലുകൾ 2s 2p ആണ്. 2sൽ ഒരു ഓർബിറ്റലും 2p എന്ന് പറയുമ്പോൾ pക്ക് 3 ഓർബിറ്റലാണ്. അപ്പോൾ ടോട്ടൽ എത്ര ഉള്ളൂ? 4 ഓർബിറ്റലുകളാണ് വരുന്നത്. ഇവിടെ 5 എന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റാണ് കേട്ടോ, തെറ്റാണ് വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരാം. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കാം. ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ ആൻസർ ചെയ്യുന്നതിലും ആദ്യം സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2 തന്നേക്കുന്നത് ശരിയാണോ തെറ്റാണോ നോക്കിയിട്ട് മാത്രം ബാക്കി ഓപ്ഷനുകളിലോട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നോക്കേണ്ടത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ആൻ ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ ഹാസ് 6 കാർബൺ ആറ്റം. 6 കാർബൺ ആറ്റം ഉണ്ട്, 6 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. 6 കാർബൺ ആറ്റവും 6 ഹൈഡ്രജൻ ആറ്റം ഉള്ള ഒരു കോമ്പൗണ്ട് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഏത് കോമ്പൗണ്ട്? 6 ഹൈഡ്രജൻ ആറ്റം 6 കാർബൺ ആറ്റം ഉള്ളത് ഒറ്റ കോമ്പൗണ്ടേ ഉള്ളൂ. അത് ബെൻസീൻ ആണ് അല്ലേ. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നു നോക്കാം. ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് ദി കോമ്പൗണ്ട് ഒബ്റ്റൈൻഡ് വെൻ ഹൈഡ്രജൻ ആറ്റം ഓഫ് ദിസ് ഈസ് റീപ്ലേസ് ബൈ ആൻ OH ഗ്രൂപ്പ്. OH ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്തേക്കാം ഹൈഡ്രജൻ ആറ്റത്തിനെ. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ. അപ്പോൾ ബെൻസീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ വരയ്ക്കുക. ബെൻസീനിൽ
ഒരു കാർബൺ ആറ്റത്തിനെ കളയാം, ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യുക എന്ത് വെച്ചിട്ട്, OH വെച്ച്. ഇങ്ങനെ ആയിരിക്കും കോമ്പൗണ്ട് വരാം കേട്ടോ. ഇതാണ് വരാം. ഹൈഡ്രജൻ ആറ്റങ്ങളെ നമ്മൾ കാണിക്കാത്തതിന്റെ മെയിൻ കാര്യം ഇത് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുക. ബി, ഹൈഡ്രജൻ ആറ്റങ്ങൾ അവിടെ തന്നെ ഉണ്ട്, ആ ഹൈഡ്രജൻ ആറ്റങ്ങൾ നമ്മൾ കാണിക്കുന്നില്ല എന്ന് മാത്രം, ഇങ്ങനെ സ്ട്രക്ചർ വരച്ച് വെക്കുന്നു എന്ന് മാത്രം. നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്, OH വരുന്ന കോമ്പൗണ്ട് നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുക, ഫീനോൾ എന്നായിരിക്കും വിളിക്കും. ഓക്കെ, എന്താ വിളിക്കുക അവിടെ, ഫീനോൾ എന്ന് വിളിക്കുന്നു. സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് എഴുതാം. ഇതേപോലെ തന്നെ ഈ ഒരു കാര്യം കൂടി വരച്ചേക്കാം കേട്ടോ. ഇനി അടുത്തത് നോക്കാം, ആറാമത്. വാട്ട് ഈസ് മെൻ ബൈ കമ്പഷൻ? ജ്വലനം എന്നാൽ എന്താണ്? കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഹൈഡ്രോ കാർബണുകളെ നമ്മൾ കത്തിക്കുകയാണ് ഓക്സിജന്റെ പ്രസൻസിൽ. അങ്ങനെയാണെങ്കിൽ ഓക്സിജനുമായിട്ട് അവർ കമ്പൈൻ ചെയ്യും, എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡും H2O ആയിട്ട് മാറും. ഏത് മോളിക്യൂൾ എടുത്താലും ഏത് ഹൈഡ്രോ കാർബൺ എടുത്താലും ഓൾവേസ് എന്ത് തന്നെ കിട്ടുള്ളൂ, കാർബൺ ഡൈ ഓക്സൈഡും H2O തന്നെ കിട്ടുള്ളൂ, എലോങ് വിത്ത് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അതിനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് വിളിക്കുക. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ എഴുതാനായിരുന്നു, അത് വൃത്തിയായിട്ട് എഴുതിയേക്കാം. ഇനി രണ്ടാമത്തത് ബ്യൂട്ടൈൻ ആണ്. അത് ബേൺസ് ഇൻ എയർ, വായുവിൽ കത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രോഡക്റ്റ്, എക്സും വൈയും എഴുതാൻ. എങ്ങനെയൊക്കെ വന്നാലും ഏത് കോമ്പൗണ്ട് ആയാലും എന്ത് തന്നെ വരുള്ളൂ, കത്തിച്ച് കഴിഞ്ഞാൽ അവിടെ എന്തേ വരുള്ളൂ, അവിടെ കാർബൺ ഡൈ ഓക്സൈഡും H2O. തിരിച്ചെഴുതിയാലും പ്രശ്നമൊന്നുമില്ല, സെയിം തന്നെയാണ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് H2O എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അത് കറക്റ്റായിട്ട് തന്നെ എഴുതിയാൽ മതി, കാർബൺ ഡൈ ഓക്സൈഡ് H2O. അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതാം. ഏത് കോമ്പൗണ്ട് വന്നാലും കത്തിക്കുകയാണെങ്കിൽ, കമ്പഷനാണ് നടക്കുന്നതെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തന്നെയായിരിക്കും എടുക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 7th വൺ, അനലൈസ് ദ ഫോളോയിങ്. പ്രൊപ്പൈൻ ഉണ്ട്, 1 ഹൈഡ്രജൻ ആറ്റം ഈസ് റീപ്ലേസ് ബൈ ആൻ OH ഗ്രൂപ്പ്. അപ്പോൾ X എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കിട്ടും. സ്ട്രക്ചറൽ ഫോമിൽ എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം പ്രൊപ്പൈൻ വരയ്ക്കാം അല്ലേ. പ്രൊപ്പൈൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും വരയ്ക്കാം, എന്നിട്ട് എക്സിൻ്റെ സ്ട്രക്ചർ അതിൽ ഓരോ OH വെച്ച് മാറ്റിയേക്കല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞാൽ മതി. ആദ്യം പ്രൊപ്പൈൻ എടുക്കുകയാണ്. പ്രൊപ്പൈൻ എന്ന് പറഞ്ഞാൽ 3 കാർബൺ ആറ്റം ആണ് വരാം. അപ്പോൾ എല്ലാം AN ആയതുകൊണ്ട് സിംഗിൾ ബോണ്ട്, CH3CH2 ആണ്. ഇതിൽ ഞാൻ ഒരു H മാറ്റിയിട്ട് പകരം ഒരു OH ആക്കാൻ പോവാം അല്ലേ. ഒരു Hനെ മാറ്റിയിട്ട് ഒരു OH അറ്റത്തുള്ള കാർബണിൽ നിന്ന് തന്നെ മാറ്റാം നമുക്ക്. ഇതേടാ, അപ്പോൾ CH3 ഈ CH3യിൽ നിന്ന് ഒരു Hനെ മാറ്റി, അപ്പോൾ CH2 ആയി. അതിന് പകരം അവിടെ എന്തിട്ടു, OH ഇട്ടു. അപ്പോൾ CH3 CH2 OH എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരാം. ഇനി ഇതായിരിക്കും അപ്പോൾ സ്ട്രക്ചറൽ ഫോമിൽ. അപ്പോൾ എടുത്തെഴുതണം, എക്സ് എന്ന് പറയുന്നത് CH3 CH2 CH2 OH. ഇതിൻ്റെ പേരും കൂടി എഴുതണം. പേര് വരുന്ന എന്തായിരിക്കും, പ്രൊപ്പാൻ 1-ol അല്ലെങ്കിൽ പ്രൊപ്പനോൾ എന്നായിരിക്കും പേര് വരാം കേട്ടോ. പ്രൊപ്പാൻ 1-ol അല്ലെങ്കിൽ പ്രൊപ്പനോൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പേര് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. ഓർ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. 1 molecule of an aliphatic organic compound has 6 carbon atom. It is identified as a saturated carboxylic acid. ഓക്കെ, 6 കാർബൺ ആറ്റം ഉണ്ട്. അവനെ നമുക്കൊരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള, അതായത് സിംഗിൾ ബോണ്ട് ഉള്ള കാർബോക്സിലിക് COH ഗ്രൂപ്പാണ് എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ ഫോമിൽ എന്തായിരിക്കും, 6 കാർബൺ ആറ്റം അല്ലേ വരാം. അപ്പോൾ 6 കാർബൺ ആറ്റങ്ങളെ വരയ്ക്കാം. ഇനി 6 കാർബൺ ആറ്റത്തിൽ കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ അറ്റത്ത് ഒരു ബോണ്ട് ഇട്ട് COH വരയ്ക്കരുത്, അറ്റത്തുള്ള ആളെ COH ആക്കി വരയ്ക്കുന്നു എന്ന് മാത്രം. ബാക്കിയുള്ളതെല്ലാം സിംഗിൾ, സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടാണ്, വേറെ ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ CH3 CH2 ഹൈഡ്രജൻ ആറ്റത്തിനെ ഫില്ല് ചെയ്യുക. CH2 COH എന്നായിരിക്കും വരാം. ഇതിൻ്റെ IUPAC നെയിം എഴുതാനാ പറയാ. വേറെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്ക് നോക്കിയേ. ഇതിൻ്റെ IUPAC നെയിം അല്ല, റൈറ്റ് ദി IUPAC നെയിം ഓഫ് എ കോമ്പൗണ്ട് ഇൻ ദിസ് ഫാമിലി വിത്ത് 5 കാർബൺ. അങ്ങനെയാണെങ്കിൽ IUPAC നെയിം എഴുതണം. 5 കാർബൺ ആയിട്ടുള്ള, ഇതേ ഗ്രൂപ്പിൽ തന്നെ പെടുന്ന ഇതേപോലെയുള്ള 5 കാർബൺ ആയിട്ടുള്ള ആളെ നമുക്ക് വരയ്ക്കണം. അപ്പോൾ 5 കാർബൺ ആയിട്ടുള്ള ആളുടെ ആദ്യം വരയ്ക്കാം. ഒന്നുമില്ല, ഒരു കാർബൺ ആറ്റത്തിനെ കുറച്ചാൽ മതി ഇവിടുന്ന്. അപ്പോൾ CH3 CH2 COOH എന്നായിരിക്കും വരാം. ഇതിൽ എന്തായിരിക്കും, ഇതിൻ്റെ IUPAC നെയിം എഴുതണം. 5 കാർബൺ ആറ്റം ഉണ്ട്, COH ഗ്രൂപ്പ് വന്നാൽ നമ്മൾ എന്തായിരിക്കും എഴുതാം, പെൻറ്റനോയിക് ആസിഡ് എന്നായിരിക്കും എഴുതാം അല്ലേ. പെൻറ്റനോയിക് ആസിഡ് 5 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് പെൻറ്റനോയിക് ആസിഡ് എന്നായിരിക്കും എഴുതാം. അത് കൃത്യമായിട്ട് തന്നെ നോക്കിയേക്കാം. ഓക്കെ, പെൻറ്റനോയിക് ആസിഡ് എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ അതിനൊന്ന് എഴുതിയിട്ട് കറക്റ്റായിട്ട് നോക്കാം. ഓക്കെ, അടുത്ത് നോക്കാം പെൻറ്റനോയിക് ആസിഡ് കേട്ടോ. ഇനി സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ്ലി നമുക്ക് സ്ട്രക്ചറൽ ഫോമുല വരയ്ക്കാനാണ്. 2,2 ഡൈബ്രോമോ പ്രൊപ്പൈൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. ആദ്യം വേർഡ് റൂട്ട് എടുക്കുക. ഏതൊരാളുടെ സ്ട്രക്ചർ എഴുതുമ്പോൾ ആദ്യം വേർഡ് റൂട്ട് എടുക്കുക. പ്രൊപ്പാണ്, മീനിങ് 3 കാർബൺ ആറ്റങ്ങളാണ് വരിക. ഓക്കെ, 3 കാർബൺ ആറ്റങ്ങളെ വരയ്ക്കാം. ഇനി ബാക്കിൽ എന്താ ഉള്ള ANE ഉണ്ട്. ANE എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടിനുകളെ വരയ്ക്കാം, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, സിംഗിൾ ബോണ്ട് വരയ്ക്കും. ഇനി ഫ്രണ്ടിലുള്ള സാധനങ്ങൾ
2,2 ഡൈ ബ്രോമോ. ബ്രോമോ എന്ന് പറഞ്ഞാൽ Br ഗ്രൂപ്പാണ്. ഡൈ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. എവിടെയാ വരുന്ന രണ്ടും? 2 എന്ന് പറഞ്ഞ പൊസിഷനിലാണ്, അതായത് രണ്ടാമത്തെ കാർബണിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കാർബണിൽ മുകളിലും താഴെയായിട്ട് Brകളെ വരയ്ക്കാം. ഓക്കെ, ദെൻ എന്നിട്ട് വരയ്ക്കാം CH3 CH. ഇതിൽ ഓൾറെഡി എന്താണ് 4 ബോണ്ടുകൾ ഉള്ളതുകൊണ്ട് ഇനി ഒന്നുമില്ല, അപ്പോൾ CH3 വരും. ഇതിനാണ് നമുക്ക് എഴുതേണ്ടത്. ഇങ്ങനെയായിരിക്കും അത് വരാം കേട്ടോ. ഇനി ബി പാർട്ട് നോക്കാം. പ്രൊപ്പൈൻ ആണ് പറഞ്ഞേക്കുന്നത്. അവിടെ വേർഡ് റൂട്ട് ആദ്യം നോക്കാം. വേർഡ് റൂട്ട് 3 കാർബൺ ആറ്റം അല്ലേ, 3 വരച്ചു. പ്രൊപ്പൈൻ YNE ആണ്. YNE വന്നു കഴിഞ്ഞാൽ ഏത് ബോണ്ടാ? ട്രിപ്പിൾ ബോണ്ട്. ഒരെണ്ണത്തിന്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് വരച്ചാൽ മറ്റേത് ഡബിൾ. അല്ലാതെ എല്ലാവർക്കും കൂടെ ട്രിപ്പിൾ ബോണ്ട് വരയ്ക്കരുത്. ഒരു ട്രിപ്പിൾ ബോണ്ട്, ബാക്കിയുള്ള എല്ലാം സിംഗിൾ ബോണ്ടുകളായിരിക്കും. ഇനി ഹൈഡ്രജൻ ആറ്റങ്ങൾ ഫില്ല് ചെയ്യുക. ഇപ്പോൾ ഇവിടെ H, ഇവിടെ ഓൾറെഡി 1 2 3 4 ബോണ്ടുകൾ ഉണ്ട് ഈ കാർബൺ, അതുകൊണ്ട് വേറെ ഒന്നും നോക്കണ്ട. ഇവന് 3, അപ്പോൾ CH3 എന്നായിരിക്കും വരും. ഓക്കെ, അപ്പോൾ CH3 CH C CH3 എന്നായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ വരാം. ഇങ്ങനെയാണ് അത് വരയ്ക്കേണ്ടത് കേട്ടോ. ഇനി 9ാമത്തെ പ്രോബ്ലത്തിലോട്ട് നോക്കാം. ഇതേടാ, ഇങ്ങനെ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു മെയിൻലി വന്നത്. അപ്പോൾ ചില മാർക്കുകളൊക്കെ പോയിട്ടുണ്ടാവും. ഇറ്റ്സ് ഓക്കെ, പേടിക്കേണ്ട. കാരണം നിങ്ങൾ പഠിച്ചതിൽ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യനുകളിലോട്ട് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ഷൂട്ട് ആവാനുണ്ട്. അത് അടുത്ത എക്സാമിലോട്ട് എന്തായാലും നോക്കി കൃത്യമായിട്ട് ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യനുകൾ എന്തായാലും നമുക്ക് ചെയ്യാം. അടിപൊളിയായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ചെറിയ ചെറിയ ക്വസ്റ്റ്യനുകളിൽ മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ വരുന്നത് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്തിട്ട് എന്താണ് അതിൽ നമ്മൾ വരുത്തിയേക്കുന്ന മിസ്റ്റേക്ക് എന്ന് നോക്കിയാൽ മതി എക്സാമിന്റെ പേപ്പർ കിട്ടുമ്പോൾ കേട്ടോ. ഇതേടാ, 1 ഈഥൈൻ മോളിക്യൂൾ ഈസ് അലൗഡ് ടു റിയാക്ട് വിത്ത് 2 ക്ലോറിൻ മോളിക്യൂൾ. 2 ക്ലോറിൻ മോളിക്യൂൾ ആയിട്ടാണ് റിയാക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സ്ട്രക്ചറൽ ഫോമിൽ എന്തായിരിക്കും? ഒരു ഈഥൈൻ മോളിക്യൂൾ. ഈഥൈൻ എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റത്തിന്റെ ഇടയിൽ YNE വരുന്ന ആളാണ് ഈഥൈൻ. 2 ക്ലോറിൻ മോളിക്യൂൾ ആയിട്ടാണ് റിയാക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സ്ട്രക്ചർ എന്താ? ഇതേടാ, ഒരു ക്ലോറിൻ മോളിക്യൂൾ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള ആൾ Cl2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ അഡീഷൻ നടക്കും. അപ്പോൾ CHCl ഡബിൾ ബോണ്ട് CHCl എന്നായിട്ട് മാറും. ഇത് ഒരെണ്ണമായിട്ട്. ഇനി ഇവൻ അടുത്തൊരാളുമായിട്ടും റിയാക്ട് ചെയ്യല്ലേ. അപ്പോൾ CHCl വന്നു, അത് അടുത്തൊരു Cl2 ആയിട്ട് റിയാക്ട് ചെയ്ത് എന്ത് വരും? CH, ഓൾറെഡി ഒരു Cl ഉണ്ട്, ഇനി മുകളിലോട്ടും ഒരു Cl കൂടി വരും. ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ടായിട്ട് മാറും. അപ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ ഒന്ന് മെനക്കി വരയ്ക്കാം അതിനെ. CH Cl Cl, സിംഗിൾ ബോണ്ട് CH Cl Cl ഇങ്ങനെയായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. സോ അതായത് IUPAC നെയിം സ്ട്രക്ചറൽ ഫോമുലയാണ്. അപ്പോൾ ഞാൻ ഇതിനെ സ്ട്രക്ചറാക്കി വരയ്ക്കുന്ന സമയത്ത് ഒന്ന് വൃത്തിയാക്കി വരയ്ക്കാം. ഫൈനലി വരയ്ക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ടാണ്. ഇവിടെ H വരും, ഇവിടെ Cl, 2 Clകൾ വരും. ഇവിടെയും H വരും, ഇവിടെ Cl വരും, ഇവിടെയും Cl വരും. ഓക്കെ, അപ്പം ഇങ്ങനെയായിരിക്കും നമ്മൾ വരയ്ക്കും. അപ്പോൾ ഇതിൻ്റെ IUPAC നെയിം കൂടി എഴുതണം. എന്തായിരിക്കും IUPAC നെയിം എന്ന് എഴുതണം. IUPAC നെയിമിൽ എഴുതുന്ന സമയത്ത് 4 Clകളാണ് വരിക അല്ലേ. 2 ക്ലോറിൻ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് 4 Cl ഉള്ള കോമ്പൗണ്ടാണ്. 2 കാർബൺ ആറ്റം തന്നെയാണ്. അപ്പോൾ എങ്ങനെ എഴുതും? 4 വന്നു കഴിഞ്ഞാൽ ടെട്രാ എന്നായിരിക്കും. പൊസിഷനുകൾ കാണിക്കണം. 1 2 അല്ലേ. അപ്പോൾ 1,1 2,2 ടെട്രാ ക്ലോറോ എന്ന് എഴുതും. ടെട്രാ ക്ലോറോ ഈഥെയ്ൻ. ഓക്കെ, 1,1 2,2 ടെട്രാ ക്ലോറോ ഈഥെയ്ൻ എന്നായിരിക്കും പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ അതിൻ്റെ പേര് എഴുതണം. 2 Cl മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു കോമ്പൗണ്ടാണ്. അങ്ങനെ കോമ്പൗണ്ട് ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഈ ഒരു കാര്യം എഴുതണം. അപ്പോൾ 1,1 2,2 ടെട്രാ ക്ലോറോ ഈഥെയ്ൻ എന്നായിരിക്കും പേര് വരും. ഓക്കെ, IUPAC നെയിം കേട്ടോ, കൃത്യമായിട്ട് നോക്കിയേക്കാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. എ സാച്ചുറേറ്റഡ് അലിഫാറ്റിക് ഹൈഡ്രോകാർബൺ മോളിക്യൂൾ കണ്ടെയ്ൻ 7 കാർബൺ ആറ്റംസ്. ദർ ഈസ് എ മീഥൈൽ ഗ്രൂപ്പ് ആസ് ബ്രാഞ്ച് അറ്റ് ദി സെക്കൻഡ് കാർബൺ ആറ്റം ഇൻ ഇറ്റ്സ് മെയിൻ ചെയിൻ. 7 കാർബൺ ആറ്റം ഉണ്ട്, ഒരു മീഥൈൽ ഗ്രൂപ്പ് ആസ് ബ്രാഞ്ച് ആണ് സെക്കൻഡ് കാർബൺ ആറ്റം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം. 7 കാർബൺ ആറ്റത്തിൽ ഒരെണ്ണം മീഥൈലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മീഥൈൽ ഗ്രൂപ്പായിട്ട് ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും മെയിൻ ചെയിനിൽ? 6 എണ്ണം അല്ലേ. അപ്പോൾ 6 കാർബൺ ആറ്റങ്ങളെ നേരെ വരച്ചു. 6 കാർബൺ ആറ്റം. ഓക്കെ, രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ CH3 സാച്ചുറേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ സിംഗിൾ ബോണ്ടാണ്. ഓക്കെ, എല്ലാത്തിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ടാണ്. ഇനി ബാക്കി ഹൈഡ്രജൻ ആറ്റങ്ങളെ ഫില്ല് ചെയ്താൽ മതി. ഇവിടെ CH3 ആയിരിക്കും. ഇവിടെ ഓൾറെഡി 3 ഉണ്ട്, അപ്പോൾ ഒരു ഹൈഡ്രജൻ മതി. ഇവിടെ 2 എണ്ണം വരും, ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 3 എണ്ണം. ഓക്കെ, അപ്പോൾ ഇതായിരിക്കുള്ളൂ അതിൻ്റെ സ്ട്രക്ചർ വരാം. ഡ്രോ ദി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ വരയ്ക്കുക. ഇനി അതിൻ്റെ IUPAC നെയിം കൂടി പറയണം. 7 കാർബൺ ആറ്റത്തിൽ ഒരു CH3 ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല അതിൽ. അപ്പോൾ കൃത്യമായിട്ട് നോക്കാം. എങ്ങനെയായിരിക്കും? 2 മീഥൈൽ
മീതൈലാണ്, അത് രണ്ടാമത്തെ കാർബണിലാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 മീതൈൽ. ദെൻ 6 കാർബണായിട്ടാണ് നമ്മുടെ മെയിൻ ചെയിനിലുള്ളത്. അപ്പോൾ 2 മീതൈൽ ഹെക്സൈൻ എന്നായിരിക്കും പേര് വരാം. അപ്പോൾ 2 മീതൈൽ ഹെക്സൈൻ എന്ന് വരും. അപ്പോൾ ഈ രീതിയിലാണ് എഴുതുന്നത്. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ അതിൽ ഒരെണ്ണം മാത്രം നിങ്ങൾക്ക് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ട് വരാം. ഇതേടാ നോക്കിക്കോ, എയും ബിയും നമുക്ക് നോക്കാം. അതിൽ ഓർ ക്വസ്റ്റ്യനുകൾ. എ പോളിമർ ഈസ് യൂസ് ടു കോട്ട് ദി ഇന്നർ സൈഡ് ഓഫ് ദി കുക്ക്വെയർ. റൈറ്റ് ദ കോമൺ നെയിം ആൻഡ് IUPAC നെയിം ഓഫ് ദി പോളിമർ. പോളിമറിന്റെ കോമൺ നെയിം IUPAC. ഇതിൽ കോമൺ നെയിം ആയിരിക്കും എല്ലാവർക്കും അറിയാവുന്നത്. ഏതാ? നോൺ സ്റ്റിക് കുക്ക്വെയറിലൊക്കെ, കുക്ക്വെയറിന്റെ ഉള്ളിൽ നോൺ സ്റ്റിക് കോട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ടെഫ്ലോൺ ആണ്. അതിന്റെ പോളിമർ ആണ് ടെഫ്ലോൺ. അതിന്റെ നമ്മൾ IUPAC നെയിം എടുക്കുന്ന സമയത്ത് അതിനെ നമ്മൾ വിളിക്കുന്നത് പോളി ടെട്രാഫ്ലൂറോ എത്തലീൻ അല്ലെങ്കിൽ പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ എന്നാണ് നമ്മൾ എടുക്കുക കേട്ടോ. ഇതായിരിക്കുള്ളൂ പേര് വരാം. പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ എന്നോ എത്തലീൻ എന്നോ എഴുതാം. ഓക്കെ, ഇതായിരിക്കുള്ളൂ അതിൻ്റെ IUPAC നെയിം വരാം. അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം. IUPAC നെയിം അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ടെഫ്ലോൺ എന്ന് മാത്രമേ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതും കൂടി എന്തായാലും ഒന്ന് നോക്കാം. ഓക്കെ, അടുത്തത് അതിലെ തന്നെ ബി പാർട്ടും കൂടി നോക്കാം. നൈലോൺ 66 ഈസ് എ വെരി യൂസ്ഫുൾ പോളിമർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി മോണോമേഴ്സ്? ഇതിലെ മോണോമേഴ്സ് ഏതൊക്കെ ആയിരിക്കും? അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തലീൻ ഡയമീനും ആണ് വരാം അല്ലേ, പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി അതിൻ്റെ യൂസ് എന്താ? നൈലോൺ 66ന്റെ അതിൽ തുണിത്തരങ്ങൾ ഉണ്ടാക്കാൻ, ചീപ്പുകൾ ഉണ്ടാക്കാൻ, ബ്രഷുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫാബ്രിക്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. ഏതെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മതി. മാനുഫാക്ചർ ഓഫ് ഫാബ്രിക്സ്, കോംസ് എക്സെട്ര കേട്ടോ. അപ്പം അങ്ങനെ എഴുതി വെക്കുക. അതാണ് കൃത്യമായിട്ട് അതിൻ്റെ യൂസസ് വരേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിൽ എഴുതേണ്ടത്. അതിൽ IUPAC നെയിം ഒന്ന് നോക്കിയേക്കാം കേട്ടോ എല്ലാവരും. ഇനി അടുത്തത് നോക്കാടാ. 12. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ യൂഷ്വലി ചെയ്യണ രീതിയിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ് ആ ചോദിച്ചേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ചില ക്വസ്റ്റ്യനുകൾ മാത്രമാണ് ഇത്തിരി ആപ്ലിക്കേഷൻ ലെവലിലോട്ടൊക്കെ പോയത്. എന്നാൽ വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ്ലി എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകൾ നമ്മളിപ്പോൾ 11ാമത്തെ നോക്കിയ പോലത്തെ ക്വസ്റ്റ്യനുകൾ ഉണ്ട്. 12ാമത്തെ അതുപോലത്തെ തന്നെയാണ്. റൈറ്റ് ദ നമ്പർ ഓഫ് ദി കാർബൺ ചെയിൻ കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ. ഇതിലുള്ള ഈ ഒരു ചെയിനിലുള്ള കാർബൺ ആറ്റം ഏറ്റവും കൂടുതലുള്ള മെയിൻ ചെയിനിൽ, ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ മെയിൻ ചെയിൻ ആണല്ലോ, ഏതായിരിക്കും? ഇതാണ് അതിൻ്റെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. എത്ര കാർബൺ? 1 2 3 4 5 കാർബൺ ആറ്റം അല്ലേ? 5 എണ്ണം ആയിരിക്കും വരാം. ഇനി പൊസിഷൻ നമ്പർ എത്രയായിരിക്കും? മീഥൈൽ ഗ്രൂപ്പുകൾ CH3 ഗ്രൂപ്പുകൾ വരുന്നത് ഏത് കാർബണിലാണ് എന്നാ ചോദിച്ചേക്കുന്നത്. മീഥൈൽ ഗ്രൂപ്പുകൾ വരുന്നത് ഏത് കാർബണിലാണ്? നമ്മുടെ 3ാമത്തെ കാർബണിലാണ് അല്ലേ? അപ്പോൾ പൊസിഷൻ നമ്പർ എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇനി സി, IUPAC നെയിം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എന്തായിരിക്കും IUPAC നെയിം വരിക? IUPAC നെയിം വരുന്നത് എന്തായിരിക്കും? അപ്പോൾ 3ാമത്തെ പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ പെൻഡു ആണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? 3,3 ഡൈ മീഥൈൽ. മീഥൈൽ ഗ്രൂപ്പ് 2 എണ്ണമുള്ളതുകൊണ്ട് ഡൈ എഴുതണം. പൊസിഷനുകൾ ഒരുമിച്ച് എഴുതി. ഡൈ മീഥൈൽ പെൻറ്റെയിൻ എന്നായിരിക്കും വരാം. ഡൈ മീഥൈൽ പെൻറ്റെയിൻ. അപ്പോൾ 3,3 ഡൈ മീഥൈൽ പെൻറ്റെയിൻ എന്ന് വരും. ഈ രീതിയിൽ അതിനെ നോക്കിയേക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നത്, അത് ഈസി ആയിട്ട് ചെയ്യും. പെട്ടെന്ന് എഴുതി വെക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 4 വെച്ച് കഴിഞ്ഞാൽ എഴുതാവുന്നതുകൊണ്ട്. അടുത്തത് നോക്കാം. അത് 13ാമത്തെ ഓർ ക്വസ്റ്റ്യൻ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും എ പാർട്ട് കേട്ടോ. കോമ്പൗണ്ട് CH3CH2 1 CH3CH2 ആൻഡ് CH3CH2CH2 ആർ മെമ്പേഴ്സ് ഓഫ് ഹോമോലോഗസ് സീരീസ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേരെന്തായിരിക്കും? ഫാമിലി. CHO ഗ്രൂപ്പ് വരുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കാം? ആൽഡിഹൈഡുകൾ എന്നല്ലേ വിളിക്കുക? ആൽഡിഹൈഡ്സ്. ഓക്കെ, ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്നും ആൽഡിഹൈഡ്സ് എന്നായിരിക്കും വിളിക്കുക. ബി, അതായത് IUPAC നെയിം. കോമ്പൗണ്ട് 1ന്റെ IUPAC നെയിം എന്തായിരിക്കും എന്നാണ് ചോദ്യം. അതുപോലെ 1ന്റെയും 2ന്റെ. 1ന്റെ IUPAC നെയിം എന്ന് പറയുന്നത് CH3CHO അല്ലേ? അപ്പോൾ 2 കാർബൺ ഉണ്ട്, എത്താണ് വരാ. എത്ത് കഴിഞ്ഞിട്ട് ഈ ഇടാം. CHO വരുന്നതുകൊണ്ട് ആൽ എന്ന് ചേർക്കണം. അപ്പോൾ എത്തനാൽ എന്നായിരിക്കും പേര് വരാം. എത്തനാൽ. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് 2 എന്തായിരിക്കും? 3 കാർബണായിട്ടുള്ള ആൽഡിഹൈഡ് അല്ലേ കോമ്പൗണ്ട് 2? അപ്പോൾ 3 എണ്ണം ഉള്ളതുകൊണ്ട് പ്രൊപ്പായിരിക്കും. പ്രൊപ്പനാൽ എന്നായിരിക്കും എഴുതാം. ഓക്കെ, പ്രൊപ്പനാൽ എന്നായിരിക്കും പേര് വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നോക്കിയേക്കാം. ഓക്കെ, ഇനി IUPAC നെയിമുകൾ എഴുതി. സി പാർട്ട് നോക്കാം. ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് ദി കോമ്പൗണ്ട് ഹാവിംഗ് ദ സെയിം മോളിക്കുലർ ഫോർമുല ഓഫ് കോമ്പൗണ്ട് 2 ബട്ട് ഹാവിംഗ് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അനദർ ഫങ്ഷണൽ ഗ്രൂപ്പ്, വേറെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട് 2ന്റെ അതേ മോളിക്കുലർ ഫോർമുല ഉള്ള കോമ്പൗണ്ട്. അതേ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ അതിന്റെ ഐസോമർ വിത്ത് എ ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഐസോമർ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. CHOയുടെ ഫങ്ഷണൽ ഐസോമർ ഇപ്പോൾ എന്തായിരിക്കും? ഒരു കീറ്റോൺ ആയിട്ട് വരയ്ക്കണം. 3 എണ്ണം വന്ന്. അപ്പോൾ അത് എന്തായിരിക്കും? അസറ്റോണാ. CH3CO CH3 എന്നാണ്. സെയിം 3 കാർബൺ ആറ്റം ആണ്. ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആയിരിക്കും വരാം. അപ്പോൾ CHO ഗ്രൂപ്പിന്റെ ഫങ്ഷണൽ ഐസോമർ ഓൾവേസ് എന്ത് തന്നെയാണ്? കീറ്റോൺ തന്നെയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമായിരുന്നു. അങ്ങനെ നേരിട്ട് ഫങ്ഷണൽ ഐസോമർ പറയാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നതിൽ.
സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്, സെയിം മോളിക്കുലർ ഫോർമുല, അത് ഐസോമർ ആണ്. ഹാവിങ് അനദർ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ഒരു ഐസോമർ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഐസോമർ വരയ്ക്കാനാണ്. അപ്പോൾ ഇതായിരിക്കും ആൻസർ വരാം കേട്ടോ. ഇനി ബി പാർട്ട് നോക്കുക. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പെൻഡാൻ 2-on ആൻഡ് പെൻഡാൻ 3-on ആർ പെയർ ഓഫ് ഐസോമേഴ്സ്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ട്സ്. സിമ്പിൾ അല്ലേ. പെൻഡാൻ 2-on എന്ന് പറയുന്നതിൻ്റെ ആദ്യം നമുക്ക് വരയ്ക്കാം. പെൻഡാൻ എന്ന് പറഞ്ഞ 5 കാർബൺ ആറ്റം, പെൻഡ് എന്ന് പറയുമ്പോൾ AN ആയതുകൊണ്ട് അതിൻ്റെ ഇടയിലൊക്കെ സിംഗിൾ ബോണ്ടുകളാണ്. ഇനി 2-on എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാ കീറ്റോണാ വരാം. രണ്ടാമത്തെ കാർബണിലാണ് അത് വരുന്നത്. അപ്പോൾ CO എന്ന് എഴുതി ഞാൻ, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബാക്കി ഫില്ല് ചെയ്യുക. CH3 CO CH2 CH2 CH3 എന്ന് വരും. ഇനി അതിൽ തന്നെ പെൻഡാൻ 3-on എടുക്കാം. പെൻഡാൻ 3-on എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ എഴുതാം, അതേപോലെ തന്നെ 5 കാർബൺ ആറ്റം തന്നെയാണ്, പക്ഷെ അവിടെ 3-on ആണ്. അതായത് നടുക്കുള്ള കാർബൺ, മൂന്നാമത്തെ കാർബണിലാണ് ഓക്സിജൻ വരുന്നത്. അപ്പോൾ CO ബാക്കി CH3 CH2 CO CH2 CH3 ഇങ്ങനെയായിരിക്കും പേര് വരും. ഓക്കെ, CH2 CH3 എന്ന് വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയത്. ഇനി ടു വിച്ച് ഫാമിലി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഡു ദേ ബിലോങ്. CO ഗ്രൂപ്പ് വരുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഏതാ കീറ്റോണുകളാണ്, കീറ്റോൺസ് ആണ് വരുന്നത് കേട്ടോ. കീറ്റോണുകളായിരിക്കും വരാം. ഇനി റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല വിച്ച് ഹാസ് ദ സെയിം മോളിക്കുലർ ബട്ട് ബിലോങ്സ് ടു അനദർ ഫാമിലി. അനദർ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്. സെയിം മോളിക്കുലർ ഫോർമുല ഒന്ന് ഐസോമർ, ബട്ട് അനദർ ഫാമിലി എന്ന് പറഞ്ഞാൽ വേറെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ആൾക്കാർ. അപ്പോൾ CHO ഗ്രൂപ്പ് ഉള്ള വേറെ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഐസോമർ കേട്ടോ. അപ്പോൾ ഈ കോമ്പൗണ്ടുകളുടെ വേറെ ആളെ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാൾ. ഇതിൻ്റെ രണ്ടിനെയും നമുക്ക് വരയ്ക്കാം. വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുമ്പോഴത്തേക്കും CHO വരുന്ന ആൾ. അപ്പോൾ 5 കാർബണാറ്റം ഉള്ള ഒരു CHO വരുന്ന ആളെയാണ് നമുക്ക് വരയ്ക്കാം. പറ്റത്ത് ഞാൻ CHO വരച്ചു, ബാക്കി CH3 CH2 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 CHO എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. കൃത്യമായിട്ട് നോക്കിയേക്കാം. അപ്പോൾ ഈ രീതിയിൽ അതിനെ വരയ്ക്കാനായിട്ട് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെയും ക്വസ്റ്റ്യനിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഹാവിങ് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ബിലോങ് ടു അനദർ ഫാമിലി. സെയിം മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ ഐസോമർ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഡിഫറെൻറ്റ് ഫാമിലി വരുന്നതുകൊണ്ട് അതിനനുസരിച്ച് തന്നെ നോക്കാം. ഓക്കെ, ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ് വരുന്നത്. അപ്പോൾ ഇതായിരിക്കുള്ളൂ വരാം ഫങ്ഷണൽ ഐസോമർ കേട്ടോ. 14ാമത്തെ ചോദ്യം. ഇത് നോർമലി നമ്മൾ 10ൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചോദിക്കുന്ന ലെവലല്ല, അല്ലെങ്കിൽ രീതിയിലല്ല ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായി. ബട്ട് സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റാർട്ടിങ് ഫ്രം കാർബൺ മോണോക്സൈഡ്, ഹൗ വിൽ യു പ്രിപ്പയർ ദി ഫോളോയിങ് കോമ്പൗണ്ട്. അതായത് കാർബൺ മോണോക്സൈഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ കോമ്പൗണ്ടുകളെ, താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളെ ഉണ്ടാക്കാൻ പോകുന്നത്. മെത്തനോളിനെ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് കാർബൺ മോണോക്സൈഡ് വെച്ച് സിമ്പിൾ. മെത്തനോൾ ഉണ്ടാക്കണമെങ്കിൽ കാർബൺ മോണോക്സൈഡിലോട്ട് എന്ത് ചെയ്താൽ മതി, H2 ആഡ് ചെയ്താൽ മതി അല്ലേ. ഹൈഡ്രജനെ ആഡ് ചെയ്യാം. ഹൈഡ്രജനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ CH3OH ആയിട്ട് മാറ്റാം. ഒന്നില്ലെങ്കിൽ ഇക്വേഷൻ എഴുതാം, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എഴുതാം. എന്തായാലും ഇക്വേഷൻ എഴുതാൻ മറക്കരുത്. ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി പറഞ്ഞാണ്. ട്രീറ്റിംഗ് കാർബൺ മോണോക്സൈഡ് വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് അറ്റ് 573 Kelvin. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഇനി എത്തനോയിക് ആസിഡ് ഉണ്ടാക്കണം. കാർബൺ മോണോക്സൈഡിൽ നിന്ന് എത്തനോയിക് ആസിഡ് എങ്ങനെയായിരിക്കും ഉണ്ടാക്കുക, ഇതേപോലെ തന്നെയാണ്. പക്ഷെ അവിടെ മെത്തനോളിലോട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്, കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്തനോയിക് ആസിഡ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ അസറ്റിക് ആസിഡ് എത്തനോയിക് ആസിഡ് ആയിട്ടുള്ള CH3COH ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. സോ അതാണ് അവിടുത്തെ മെത്തേഡ്. എത്ര എഴുതാനുണ്ടായിരുന്നുള്ളൂ. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് വായിക്കുമ്പോൾ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായേക്കാം. ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഈസി ടു ഡു. ഭയങ്കര ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മീനിങ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതേടാ അതേപോലെ തന്നെയാണ് എസ്റ്ററിഫിക്കേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അതിൽ നിന്നും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. When ethyl alcohol is treated with a carboxylic acid in the presence of concentrated sulfuric acid. ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോളിനെ നമ്മൾ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് H2SO4ന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഒരു കോമ്പൗണ്ട് വിത്ത് സ്മെൽ ഓഫ് പൈനാപ്പിൾ ഈസ് ഒബ്റ്റൈൻഡ്. സ്മെൽ ഓഫ് പൈനാപ്പിൾ ആണ് കിട്ടിയേക്കുന്നത്. എടാ സ്മെൽ ഓഫ് പൈനാപ്പിൾ ആണ് കിട്ടുന്നതെങ്കിൽ അതനുസരിച്ച് നമുക്ക് നോക്കണം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈഥൈൽ ആൽക്കഹോളും ആ ആളെയും നോക്കാം. ഓക്കെ, അപ്പോൾ ജനറൽ പ്രോഡക്റ്റ് എന്താണ് എന്നാണ് നോക്കുന്നത്. ഓക്കെ, ജനറൽ പ്രോഡക്റ്റ് എന്താണ് എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് ദ ജനറൽ നെയിം ഓഫ് ദി പ്രോഡക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ജനറൽ നെയിം പൈനാപ്പിളിന്റെ സ്മെല്ലുള്ള പ്രോഡക്റ്റിന് ജനറൽ നെയിം എന്ന് പറഞ്ഞാൽ എസ്റ്ററുകളായിരിക്കും വരാം. എസ്റ്റർ. ഓക്കെ, ഇനി റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദി ഫോർമേഷൻ ഓഫ് ദിസ് പ്രോഡക്റ്റ്. എടാ ശ്രദ്ധിക്കണം, പൈനാപ്പിളിന്റെ സ്മെല്ലുള്ള ആളെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ തെറ്റിക്കാൻ പോണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു കാർബോക്സിലിക് ആസിഡ് എടുത്ത് എഴുതും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചേക്കുന്നത്
ഇവിടെ ബ്യൂട്ടനോയിക് ആസിഡ് വരുമ്പോഴാണ് ഈതൈൽ ബ്യൂട്ടനോവേറ്റിനാണ് പൈനാപ്പിളിൻ്റെ സ്മെല്ല് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ എഴുതണം. സോ ബിയിൽ ഈതൈൽ ആൽക്കഹോൾ CH3 CH2OHും ബ്യൂട്ടനോയിക് ആസിഡ് CH3 CH2 CH2COOH ഇതും കൂടി ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിലിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് CH3 CH2 CH2 COO CH2 CH3 ഉണ്ടോ. ആൽക്കഹോളിൻ്റെ CH3 CH2 വരും, ഇവിടുത്തെ COO വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും പ്രോഡക്റ്റ് വരിക. ഇതാണ് അവിടുത്തെ റിയാക്ഷൻ. അതിൽ ശ്രദ്ധിക്കേണ്ടത് ചിലവർ ഇപ്പോൾ എത്തനോയിക് ആസിഡ് വെച്ച് ഇതിൻ്റെ എഴുതി കഴിഞ്ഞുള്ള പ്രശ്നം അതിന് സ്മെൽ ഓഫ് പൈനാപ്പിൾ അല്ല വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പൈനാപ്പിളിൻ്റെ സ്മെല്ലുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ബ്യൂട്ടനോയിക് ആസിഡ് വരുന്ന ആളാണ്. അത് കറക്റ്റായിട്ട് തന്നെ നോക്കാം. ഇനി സി, അതായത് IUPAC നെയിം. ഇതിൻ്റെ IUPAC നെയിം എന്ന് പറയുന്നത് ഈതൈൽ ബ്യൂട്ടനോവേറ്റ് എന്നാണ് വരാം കേട്ടോ. കാരണം കാർബോക്സിലിക് ആസിഡിൽ നിന്നാണ് AT ഇടുക, മറ്റേ നമ്മുടെ ആൽക്കഹോളിൽ നിന്ന് വരുന്നതിനെ YL ചേർത്ത് ഈതൈൽ എന്ന് എഴുതും. അപ്പോൾ ഈതൈൽ ബ്യൂട്ടനോവേറ്റ് എന്നായിരിക്കും അതിൻ്റെ പേര് വരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ അതിനെ എഴുതി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അവിടുത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിൽ ചിലപ്പോൾ തെറ്റിച്ചിട്ടുണ്ടാവും, അത് കറക്റ്റായിട്ട് നോക്കുക. പൈനാപ്പിളിൻ്റെ സ്മെല്ലുള്ള ആൾ ബ്യൂട്ടനോയിക് ആസിഡ് വെച്ചിട്ടുള്ള കോമ്പൗണ്ടാണ് വരിക. അത് കൃത്യമായിട്ട് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. 16ാമത്തെ ചോദ്യമാണ്. 2 statements regarding a shell are given below. The last electron of an atom fills into the shell with the principal quantum number n is equal to 3. മൂന്നാമത്തെ ഷെല്ലിലാണ് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഷെൽ കണ്ടെയ്ൻസ് ടോട്ടൽ ഓഫ് 7 ഇലക്ട്രോൺസ്. അങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുന്നത്. സബ് ഷെൽ അല്ല, നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള. എന്തായാലും അത് കൺഫ്യൂഷൻ വേണ്ട, രണ്ടും എഴുതാം നമുക്ക്. ഇപ്പോൾ നോർമൽ ഇലക്ട്രോണിക് 3 ഷെല്ലുകളാണ് അവിടെ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ഷെല്ലിൽ 7 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 2 ഷെല്ലും ഫിൽഡ് ആയിരിക്കും, 2ഉം 8ഉം ആയിരിക്കും. അപ്പോൾ 2ഉം 8ഉം 7ഉമാണ് വരുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോണുകളായി ഇവിടെ? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 17 ഇലക്ട്രോണുകൾ വരാം. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കൂടി അവിടെ എഴുതി വെക്കാം. ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല, റൈറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള 2, 8, 7 എന്ന് എഴുതി. ഇനി ഉറപ്പില്ല നമുക്ക് എന്നുണ്ടെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതിനാണ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒന്നുകൂടി എടുത്തത്. 17 ഇലക്ട്രോണുകളല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p5. ഇതായിരിക്കും നമ്മൾ എഴുതി നിർത്താം. ഇതാണ് സബ്ഷെൽ ഇലക്ട്രോണിക്. ഇവിടെ നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞു, വെറുതെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് എഴുതിയാൽ മതി. സ്പെസിഫൈ ചെയ്ത് സബ്ഷെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് എഴുതണം. ഇവിടെ പറയാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും രണ്ടും എഴുതി വെക്കാം. ഓക്കെ, ഇനി റൈറ്റ് ദ നെയിംസ് ഓഫ് ദി സബ്ഷെൽ പ്രസന്റ് ഇൻ ദ ഷെൽ വിത്ത് n is equal to. n is equal to എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഷെല്ലിൽ ഏതൊക്കെ സബ്ഷെല്ലുകളാണ് വരാം? 2s and 2p അല്ലെ, ഈ 2 പേരാണ് വരുന്നത്. ഇനി സി, ഹൗ മെനി ഓറിയന്റേഷൻ വിൽ ബി there for subshell with L is equal to 1. നമ്പർ ഓഫ് ഓറിയന്റേഷൻ അല്ലെങ്കിൽ എമ്മിന്റെ വാല്യൂ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ഓറിയന്റേഷൻസ് അത് കണ്ടുപിടിക്കാൻ നമ്മുടെ അടുത്ത് ഒരു ഇക്വേഷൻ ഉണ്ട്, 2l + 1 എന്നുള്ള. ഇവിടെ എല്ലിന്റെ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L × 1 ഈക്വൽ +1 ഈക്വൽ ടു എത്രയായിരിക്കും? 2 × 1 2 ആണ്, +1 3 ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ 3 ആയിരിക്കും അവിടെ ആൻസർ കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് ഈ രീതിയിലാണ് അതിനെ ചെയ്യേണ്ടത്. ഇനി അവസാനത്തെ ചോദ്യങ്ങളോട്ട് ഇതിലെ ബി പാർട്ടും കൂടി നോക്കാം. ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഹാസ് എ ഫോളോയിങ് ക്വാണ്ടം നമ്പേഴ്സ് വിത്ത് ഇറ്റ്. n is equal to L is equal to 1. റെപ്രസെന്റ് n is equal to L is equal, വെരി സിമ്പിൾ അല്ലേ. n is equal to 2 ആണ്, L is equal to 1 ആണെങ്കിൽ 2p സബ്ഷെൽ ആയിരിക്കും വരാം. ഇനി ബി പാർട്ട് നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓറിയന്റേഷൻ ഫോർ ഗിവൺ സബ്ഷെൽ. എത്ര പി എന്ന് പറയുന്നതിന് എത്ര ഓറിയന്റേഷനുകൾ ഉണ്ടാവും? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പിക്ക് നേരെ എക്സ് ആക്സിസ് ത്രൂ ഉള്ള ഓറിയന്റേഷൻ ഉണ്ട്, y ആക്സിസ് ഉണ്ട്, z. പിക്ക് 3 ഓറിയന്റേഷനുകളായിരിക്കും വരാം കേട്ടോ. പിക്ക് എപ്പോഴും 3 ഓറിയന്റേഷൻ. അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുക. 2l + 1 വെച്ചിട്ട് ചെയ്താലും ഇതേപോലെ 3 എന്ന് കിട്ടും. എല്ലിന്റെ വാല്യൂ 1 ആയിട്ട് കൊടുത്താൽ മതി. സി, ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് നോക്കണം. സെക്കൻഡ് ഷെല്ലിൽ 2 സബ്ഷെല്ലുകളാണ്. 2s ഉണ്ട്. 2sന് ഒരു ഓർബിറ്റിലാണ് വരുന്നത്. 2pക്ക് ഓരോ ഓറിയന്റേഷനും ഓരോ ഓർബിറ്റിലാണ് തരാം. അപ്പോൾ 3 ഓർബിറ്റൽസ് വരും അവിടെ. അപ്പോൾ ടോട്ടൽ n is equal to 2ലുള്ള ഓർബിറ്റൽസിന്റെ എണ്ണം, നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്രയായിരിക്കും അവിടെ? 1 + 3 4 ആയിരിക്കും വരാം. അപ്പോൾ 4 ഓർബിറ്റൽസ് ആയിരിക്കും അതിൽ വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. 4 ഓർബിറ്റൽസ് ആണ് വരുന്നത്. ഈ രീതിയിൽ അതിനെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഈ നമ്പർ ഓഫ് ഓർബിറ്റൽസ് കണ്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ ഓറിയന്റേഷൻ കണ്ടുപിടിക്കുന്നതും കൃത്യമായിട്ട് നോക്കിയാൽ മാത്രമേ അത് കിട്ടുള്ളൂ. 2l + 1 വെച്ചിട്ട് വേണം ഓറിയന്റേഷൻ കണ്ടുപിടിക്കാൻ. ഓർബിറ്റലുകളുടെ എണ്ണം അതേപോലെ 2l + 1 വെച്ച് ചെയ്തിട്ട് എണ്ണം കൂട്ടിയാൽ മതി ഓരോ സബ്ഷെല്ലിൻ്റെ. അപ്പോൾ ഇതുപോലെ കിട്ടും. ഓക്കെ,
ഇനി 17ാമത്തെ ചോദ്യം നോക്കാം. വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അത് കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നതെന്നുള്ളൂ. PVC ഈസ് എ വൈഡ്ലി യൂസ് പോളിമർ. PVC എന്ന് പറഞ്ഞാൽ വൈഡ്ലി യൂസ്ഡ് ആണ്. സ്റ്റാർട്ടിങ് ഫ്രം ഈതൈൻ ഹൗ വിൽ യു പ്രിപ്പയർ PVC? ഈതൈനിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ PVC ഉണ്ടാകുക? ഈതൈൻ എന്ന് പറഞ്ഞാൽ ആരാ? CH ട്രിപ്പിൾ ബോണ്ട് CH ആ. ഇതിൽ നിന്നും PVC ആക്കി മാറ്റുന്നത് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട് ആക്കി മാറ്റുന്നത് CH2CH2Cl എന്ന് പറഞ്ഞ രീതിയിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു CL കയറി വേണം, CLും വേണം, ഇവിടുത്തെ ട്രിപ്പിൾ ബോണ്ട് എന്താവണം? ഡബിൾ ബോണ്ട് ആയിട്ട് മാറണം. അപ്പം നമ്മൾ ഒരു HCl ആഡ് ചെയ്യും. ഓക്കെ, മാറി വരണ്ടേ? അപ്പം HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ CH2 ഡബിൾ ബോണ്ട് CH2Cl CHCl എന്ന് എഴുതാം. ഇതിപ്പോൾ നമ്മുടെ എന്തായി? വിനൈൽ ക്ലോറൈഡ് കിട്ടിയില്ലേ? ഇത് ഏത് റിയാക്ഷനാണ്? HCl ആഡ് ചെയ്യുന്നത് ഏത് റിയാക്ഷൻ ആയിരിക്കും? ഏതായിരിക്കും? അഡീഷൻ റിയാക്ഷനാണ് നടക്കുക കേട്ടോ. ഏത് റിയാക്ഷനാണ് നടക്കാം? അഡീഷൻ റിയാക്ഷൻ. ആദേശമല്ല, അഡീഷൻ റിയാക്ഷനാണ്. അഡീഷൻ റിയാക്ഷനാണ് നടക്കുക. ഇനി അഡീഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ റിയാക്ഷനിൽ CH2 ഡബിൾ വിനൈൽ ക്ലോറൈഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് എന്ത് ചെയ്താൽ മതി? അതിനെ പോളിമറൈസ് ചെയ്താൽ മതി അല്ലേ? N വെച്ച് ഇതാക്കി കഴിഞ്ഞാൽ നമുക്കത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CH2 സിംഗിൾ ബോണ്ട് CHCl എന്നായിട്ട് മാറും N വെച്ച്. അപ്പോൾ എന്തായിരിക്കും കിട്ടുക? അവിടെ പോളിമറൈസേഷൻ റിയാക്ഷൻ ആയിരിക്കും വരാം. അപ്പോൾ ഈ രീതിയിൽ അതിനെ ചെയ്യാം. അപ്പോൾ പോളിമറൈസേഷൻ, അപ്പോൾ ഏതൊക്കെ റിയാക്ഷനുകളാണ് ഇവിടെ നടക്കുക? ഈ 2 റിയാക്ഷനുകളാണ് ഇവിടെ നടക്കുന്നത്. അഡീഷൻ റിയാക്ഷനും പോളിമറൈസേഷൻ നടക്കും. സോ റൈറ്റ് ദ നെയിംസ് ഓഫ് ദ റിയാക്ഷൻ. ഏതൊക്കെയായിരിക്കും? അഡീഷൻ റിയാക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ പോളിമറൈസേഷൻ റിയാക്ഷനും നടക്കുന്നുണ്ട്. അഡീഷൻ റിയാക്ഷൻ ആൻഡ് പോളിമറൈസേഷൻ റിയാക്ഷൻ. അഡീഷൻ റിയാക്ഷനും പോളിമറൈസേഷൻ റിയാക്ഷനുമാണ് നടക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 റിയാക്ഷനുകൾ നടന്നിട്ടാണ് ഇവിടെ നമുക്ക് PVC ആക്കി മാറ്റുക. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ടല്ല ചോദിച്ചത്. ഇത് ആക്ച്വലി നമ്മൾ AB എന്ന് പറഞ്ഞ് ഫില്ല് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് കൺസൈസ് ആയിട്ട് ചോദിച്ചേക്കുന്നതാണ്. അപ്പോൾ നോക്കിയേക്കണം, ഈതൈനിൽ നിന്ന് PVCയിലോട്ട് മാറ്റാനായിട്ട് ഈ 2 റിയാക്ഷനുകളാണ് എടുക്കുക. അഡീഷൻ റിയാക്ഷനും പോളിമറൈസേഷൻ റിയാക്ഷനും ഉപയോഗിച്ചിട്ട് ഈ റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുക. ഈതൈനിൽ നിന്ന് സ്റ്റാർട്ട്. ഇനി നമുക്ക് തരുന്നത് CH3 ഇത് ബേസ് ചെയ്തിട്ടാണെങ്കിലും ഇതേപോലെ തന്നെ അഡീഷൻ റിയാക്ഷനും പോളിമറൈസേഷനും ബേസ് ചെയ്ത് തന്നെ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ വിനൈൽ ക്ലോറൈഡ് ഉണ്ടാക്കി വിനൈൽ ക്ലോറൈഡ് നിന്ന് PVC ആക്കി മാറ്റുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അവസാനത്തെ ചോദ്യത്തിലൂടെ നമുക്ക് പോവാം. ലാസ്റ്റത്തെ ഐസോമറിസം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകളിൽ തന്നെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. മോളിക്കുലർ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് C4H10O. അങ്ങനെയാണെങ്കിൽ വിച്ച് ആർ ദ ഫാമിലീസ് ഓർഗൻ ഹാവിംഗ് ദിസ് മോളിക്കുലർ ഫോർമുല? ഇങ്ങനെ മോളിക്കുലർ ഫോർമുല വരുന്ന ആകെ 2 പേരേ ഉള്ളൂ. 2 പേരാണ്. ഒന്ന് ആൽക്കഹോളുകളും 2 നമ്മുടെ ആൽക്കോക്സി ഗ്രൂപ്പുള്ള ഈതറുകൾ. ഫാമിലി ചോദിക്കുമ്പോൾ ആ പേരുകൾ കോമ്പൗണ്ടുകളുടെ പേര് എഴുതുന്നുണ്ട്. ആൽക്കഹോൾ ഗ്രൂപ്പും ഈതർ ഗ്രൂപ്പും. ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും അതേപോലെ തന്നെ ഈതറും ആയിരിക്കും വരാം. അങ്ങനെയാണെങ്കിൽ അതായത് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് ഫങ്ഷണൽ ഐസോമർ ഹാവിംഗ് ദിസ് ഫോർമുല. അങ്ങനെയാണെങ്കിൽ ആ ഫങ്ഷണൽ ഐസോമറുടെ ആളെ എഴുതണം. C4H10 വരുന്ന ആളെ എഴുതി കഴിഞ്ഞാൽ ആൽക്കഹോളിനെ എഴുതുമ്പോൾ ഇങ്ങനെയാക്കി എഴുതാം. CH3 CH2 CH2 CH2OH എന്നായിരിക്കും എഴുതാം ആൽക്കഹോൾ. ഈതറാണ് ഫങ്ഷണൽ ഐസോമർ ആയിട്ട് വരാം. അപ്പോൾ അത് എഴുതുമ്പോൾ എവിടെയെങ്കിലും CH3 CH2O ഈതറല്ലേ, അപ്പോൾ O ആയിരിക്കും, ആൽക്കോക്സി ഗ്രൂപ്പ് വരാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും എഴുതാം. ഇത് 2 ആയിരിക്കും ആ ഫങ്ഷണൽ ഐസോമർ സ്ട്രക്ചറൽ ഫോമിൽ വരാം. ഇനി C വരാം. റൈറ്റ് ദ സ്ട്രക്ചർ ഫോം പെയർ ഓഫ് പൊസിഷൻ ഐസോമേഴ്സ് ഹാവിംഗ് ദിസ് ഫോർമുല. പൊസിഷൻ ഐസോമർ എഴുതണം. പൊസിഷൻ ഐസോമർ എഴുതുമ്പോൾ ആൽക്കഹോളിന്റെ എഴുതുന്നതാണ് നല്ലത്. കാരണം ഇതിനെ മെറ്റാമറിസോ കാണിക്കാം. ഇപ്പോൾ O വരുന്ന ആൾക്കാരുടെ കേട്ടോ. അപ്പോൾ ഇതിനെ CH3 CH2 CHOH CH3 എന്ന് വയ്ക്കാം. ഇതൊരെണ്ണം. പിന്നെ നമ്മൾ ആദ്യം എഴുതിയേക്കുന്ന ആള് CH3, അറ്റത്തെ കാർബണിൽ വരുന്ന CH2 CH2OH. ഓക്കെ, ഇത് 2 എണ്ണമാണ് വരാം. ഇനി D. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് മെറ്റാമേഴ്സ് ഹാവിംഗ് ദിസ് മോളിക്കുലർ. മെറ്റാമറുകൾ എഴുതണം. മെറ്റാമറുകൾ ആകെ ഈതറിനെ വരുള്ളൂ. അപ്പോൾ അതെങ്ങനെ എഴുതും? ഒന്ന് CH3 ഇവിടെ എഴുതിയേക്കുന്ന ആള് CH2O CH. ഇതിന്റെ മെറ്റാമർ എങ്ങനെയായിരിക്കും വരാം? ഇതിനെ മെറ്റാമർ വരയ്ക്കുന്ന സമയത്ത് അത് തെറ്റിച്ച് വരയ്ക്കാം. O എന്ന് പറയുന്നത് അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് വരയ്ക്കാം. ആൻഡ് CH3O CH2 CH2 CH3 എന്നായിരിക്കും വരാം. ഈ രീതിയിൽ അതിനെ നോക്കിയിട്ട് കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ CH3O CH2 CH3 CH3 എന്നായിരിക്കും വരാം. അപ്പോൾ ഈ രീതിയിൽ മെറ്റാമറുകൾ വരയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ എഴുതാനുള്ളത്. കൃത്യമായിട്ട് വരയ്ക്കണം കേട്ടോ. ഇനി അതിൻ്റെ തന്നെ B ക്വസ്റ്റിനും കൂടി നമുക്ക് നോക്കാം. C4H6 ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. C4H6 is a molecular formula of an open chain hydrocarbon.
C4H6 എന്ന് പറയുന്ന ഒരു മോളിക്കുലർ ഫോമുലയാണ്. ജനറൽ ഫോമുല എന്തായിരിക്കും ഈ ഒരു ഫാമിലിയുടെ. ഇപ്പോൾ ആദ്യം തന്നെ C4H6 എന്ന് പറയുന്നത് ഏത് കോമ്പൗണ്ടാണെന്ന് നോക്കണം. അതൊരു ആൽക്കൈനാണ്, ആൽക്കൈനുകളാണ്. ആൽക്കൈനുകളുടെ ജനറൽ ഫോമുല എങ്ങനെയാണ് എഴുതാം? നമ്മൾ CnH2n -2 ആണ് വരാം കേട്ടോ. ആൽക്കൈനുകളുടെ ജനറൽ ഫോമുല CnH2n -2 ആണ് വരാം. ഇനി പോസിബിൾ സ്ട്രക്ചറൽ ഫോമുല ഓഫ് ദിസ് കോമ്പൗണ്ട്, ഈ ഒരു ഹൈഡ്രോ കാർബണിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ആൽക്കൈൻ ആണ്, അതായത് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, 4 കാർബൺ ഉണ്ട്. അപ്പോൾ 4 കാർബണെ വരയ്ക്കാം. 4 കാർബണിൽ ഒരെണ്ണം ട്രിപ്പിൾ ബോണ്ട് ആണ്, ബാക്കിയുള്ളപ്പോൾ എന്തായിരിക്കും സിംഗിൾ ബോണ്ട്. ഇനി ഹൈഡ്രജൻ ആറ്റങ്ങളെ ഫിൽ ചെയ്യാം. ഇവിടെ എന്തായാലും ഒരേ ഹൈഡ്രജൻ, ഇവിടെ 1 2 3 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ CH2, ഇവിടെ CH3, ഇങ്ങനെയായിരിക്കും വരാം. ഈ രീതിയിൽ അതിനെ ചെയ്യാം. ഇനി സി പാർട്ട് നോക്കാം. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഐസോമറസ് എക്സിബിറ്റഡ്. അങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്ന ഐസോമറിസം ഏതായിരിക്കും എന്നുള്ളത്. ഇത് പൊസിഷൻ ഐസോമറിസം ആയിരിക്കും കാണിക്കുക കേട്ടോ. പൊസിഷൻ ഐസോമറിസം ആണ് കാണിക്കുക. ഈ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്ന സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പൊസിഷൻ ഐസോമറിസം ആണ് കാണിക്കുന്നത്. ഇനി നാലാമത് ഡി പാർട്ടും കൂടി നമുക്കൊന്ന് നോക്കാം. ഡി പാർട്ട് എന്ന് പറയുന്നത് എന്താ? 4 hydrogen atoms are added to the molecule of this compound. അതായത് സ്ട്രക്ചർ ഇതിലോട്ട് 4 ഹൈഡ്രജൻ ആറ്റങ്ങളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഫോർമുല വരാന്ന്? ദേടാ, ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഒരാളില് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷൻ റിയാക്ഷൻ നടക്കും. അഡീഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇതിൽ ഒരു H2 ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു 2 ഹൈഡ്രജൻ ആറ്റങ്ങളെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് എന്തായിട്ട് മാറും? ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. അതേസമയം 4 ഹൈഡ്രജൻ ആറ്റങ്ങളാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഓരോ കാർബണിലോട്ട് വെച്ച് ആഡ് ചെയ്ത് അവിടെ ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടുമായിട്ട് മാറും. അപ്പം നമുക്ക് അവിടെ CH3 സിംഗിൾ ബോണ്ട്, CH2 CH3. ആ ട്രിപ്പിൾ ബോണ്ടിലുള്ള ആൾക്ക് 2 പേർക്കും 2 ഹൈഡ്രജൻ വെച്ച് കിട്ടിയിട്ട് ഫൈനലി നമുക്കൊരു ആൽക്കൈനായിട്ട് കിട്ടും. അതായത് സ്ട്രക്ചറൽ ഫോമുല പെയർ ഓഫ് ചെയിൻ ഐസോമേഴ്സ് ഓഫ് ദിസ് പ്രോഡക്റ്റ്. ഇത് മാത്രമല്ല, അതിൻ്റെ ചെയിൻ ഐസോമർ കൂടി വരയ്ക്കാം. ചെയിൻ ഐസോമർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ചെയിനിൽ മാറ്റം വരുത്തിയിട്ട് വരയ്ക്കാം. അപ്പം അതിനൊരു ബ്രാഞ്ച് ആക്കി വരയ്ക്കാം, CH3 CH. അപ്പോൾ 4 ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഇവനാണ്. അതിൻ്റെ ചെയിൻ ഐസോമർ ഇതായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ആയിരിക്കും ആ പെയർ ഓഫ് ഐസോമേഴ്സ് കേട്ടോ. ഇവർ രണ്ടുപേരാണ് എഴുതുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ട്, കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ചില ചെറിയ ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് നോക്കുക, പ്രോപ്പറായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യനുകൾ എന്തായാലും നോക്കാം. നമുക്ക് അടുത്ത എക്സാമിന് ഇതിൽ മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനുകളുടെ ആൻസറുകൾ തെറ്റിപ്പോയി എന്നുള്ളതിൽ സങ്കടപ്പെടേണ്ട. കൃത്യമായിട്ട് ഒന്നും കൂടി അത് വർക്കൗട്ട് ചെയ്യുക. എങ്ങനെയാണ് അത് വന്നത് എന്ന് നോക്കുക. ഈ ക്വസ്റ്റ്യനുകൾ എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഇനി നമുക്ക് അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അല്ലാതെ മാർക്ക് പോയതിലോ അല്ലെങ്കിൽ തെറ്റിപ്പോയ കാര്യങ്ങളിലോ ഇനി ഫോക്കസ് ചെയ്യേണ്ട. പ്രോപ്പറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ.